ഓക്കെ, നമുക്കിന്ന് വർക്ക് ആൻഡ് ടൈം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. PSC പരീക്ഷകളിൽ ആവർത്തിച്ച് കാണുന്ന ചോദ്യമാണ് വർക്ക് ആൻഡ് ടൈം. ഇത് സത്യം പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് തെറ്റ് വരാവുന്നതുമാണ്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഉള്ള ഒരു ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണ്. അതിൻ്റെ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ദിവസം 1/5 ചെയ്തു, രണ്ടാമത്തെ ദിവസം 1/5 ചെയ്തു, അതുപോലെ മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം, അഞ്ചാമത്തെ ദിവസം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5/5. 5/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായ വർക്കിനെ 1 എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യുക. അതായത് 100% എന്നാണ് ഉദ്ദേശിക്കുന്നത്. 100% എന്ന് വെച്ചാൽ 100/100 = 1. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ മറ്റൊരാൾ കൂടി ഉണ്ടെങ്കിൽ B 3 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നതെങ്കിൽ B ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/3. അപ്പോൾ എയും ബിയും ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. A 5 ദിവസം കൊണ്ടൊരു ജോലി ചെയ്യുന്നു, B 3 ദിവസം കൊണ്ടൊരു ജോലി ചെയ്യുന്നു എങ്കിൽ എയും ബിയും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് നോക്കാം. അപ്പോൾ A ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/5, B ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3. അപ്പോൾ എയും ബിയും ചേർന്ന് ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/5 + 1/3. അപ്പോൾ അതിൻ്റെ ലെസ്സാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 15, 3 + 5, അതായത് 8/15 ആണ് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. അപ്പോൾ എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ റിവേഴ്സ് എടുക്കുക. 15/8 എന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു ദിവസവും 7/8 ഇത്ര ദിവസം കൊണ്ട് എയും ബിയും ചെയ്തു തീർക്കും. ഇങ്ങനെയാണ് എല്ലാ ചോദ്യങ്ങളും കണ്ടുപിടിക്കുക. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും.